ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാനുള്ള നല്ല ഒരു ഒറ്റമൂലി ഞാൻ പറഞ്ഞു തരട്ടെ. നല്ല ഒരു ഒറ്റമൂലി, ഖുർആനിക ഒറ്റമൂലിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല, പക്ഷെ നിങ്ങൾ ശ്രദ്ധയോടുകൂടി വോയിസ് കേട്ടാൽ അമൂല്യമായ അറിവായിരിക്കും. ഉറപ്പാണ്, തീർച്ചയാണ്. പലപ്പോഴും പലരും വന്ന് പറയാറുണ്ട്, ഉസ്താദേ, ഭർത്താവിൻ്റെ സ്വഭാവം വളരെ മോശമാണ്. അയാൾ ഞങ്ങളെ നന്നായി ആക്രമിക്കും, പ്രയാസപ്പെടുത്തും. ഞങ്ങൾക്ക് ചെലവിന് പണം തരുന്നില്ല, ഒന്നും തരുന്നില്ല, ഭക്ഷണം വാങ്ങി തരുന്നില്ല, വലിയ ബുദ്ധിമുട്ടിലാണ്. എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞു തരുമോ അയാളുടെ സ്വഭാവം ഒന്ന് നന്നാവാൻ? തീർച്ചയായും ഏറ്റവും നല്ല ഒരു മാർഗമുണ്ട്, ഖുർആനിക മാർഗമാണ്. അതിനേക്കാൾ നല്ല മാർഗമില്ലല്ലോ. നിങ്ങൾ ചെയ്യേണ്ടത്, പരിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് അലം നശ്റഹ് എന്ന സൂറത്ത്. അലം നശ്റഹ് ലക സദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക എന്ന സൂറത്തുൻ നശ്റഹ്. ഇത് എല്ലാ ദിവസവും നിങ്ങൾ 125 തവണ പാരായണം ചെയ്യുക. എന്നിട്ട് എത്ര? 125 തവണ. അങ്ങനെ പാരായണം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കഴിയുമെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിലേക്കൊന്ന് മന്ത്രിച്ച് ഭർത്താവ് അറിയാതെ ഭർത്താവിന് കൊടുക്കുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ പ്രധാനമായി, ഇത് ഓതിക്കഴിഞ്ഞതിന് ശേഷം 2 കൈകളും അള്ളാഹുവിലേക്ക് ഉയർത്തിയിട്ട് മനസ്സറിഞ്ഞ് അള്ളാഹുവിനോട്, റബ്ബേ, എൻ്റെ ഭർത്താവിന് ഇന്നാലിന്ന ദുശ്ശീലങ്ങളുണ്ട്, മോശം സ്വഭാവമാണ്, നന്നാക്കി തരണേ എന്ന് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു അലം നശ്റഹിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ദുആ സ്വീകരിച്ചാൽ തീർച്ചയായും ഉറപ്പാണ് ആ ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവാൻ അത് വലിയ കാരണമാകും. അള്ളാഹു നല്ല സന്തോഷമുള്ള, ഐക്യമുള്ള ദാമ്പത്യ ജീവിതം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണാം. ഒരുപാട് ആളുകൾ വിഷമം പറഞ്ഞ് കമൻറ്റ് ചെയ്യാറുണ്ട്. അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.